ഇടുക്കി വിഷൻ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designing in the Proudy, Gayatri Designs. Ladies wear, gents wear and kids wear in all categories. Gayatri Designs Wedding Center, Kattapana, Thodupuzha. നമസ്കാരം. ഇടുക്കി വിഷൻ വാർത്തകളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. കേന്ദ്ര സർക്കാർ സഹകരണ മേഖലയെ തകർക്കുവാൻ ശ്രമിക്കുന്നുവെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി എം എം മണി. ഗോവധ നിരോധന നിയമത്തിന്റെ പേരിൽ രാജ്യത്ത് വ്യാവസായിക തകർച്ചയും സംഭവിക്കുമെന്നും എം എം മണി മുരിക്കാശ്ശേരിയിൽ പറഞ്ഞു. സെക്രട്ടേറിയറ്റ് ലീസിന് നൽകി ഭരണം നടത്തിയവരാണ് കഴിഞ്ഞ UDF സർക്കാരെന്നും ഇവരുടെ ഭരണം മൂലം ജനങ്ങളൊന്നടങ്കം തലതാഴ്ത്തേണ്ട ഗതികേടുണ്ടായെന്നും CPI ദേശീയ കൗൺസിൽ അംഗം CN ചന്ദ്രൻ. കനത്ത മഴയെ തുടർന്ന് പീരുമേട് പ്ലാക്കത്തടത്ത് വൻ മണ്ണിടിച്ചിൽ. തോട്ടാപുര പ്ലാക്കത്തടം റോഡ് പൂർണ്ണമായും തകർന്നു. അര കിലോ കഞ്ചാവുമായി പത്തനംതിട്ട സ്വദേശി കുമളി എക്സൈസിന്റെ പിടിയിലായി. പത്തനംതിട്ട മനുനിവാസ് മഹേഷ് ചിദംബരനാണ് പിടിയിലായത്. തേക്കടി തടാകത്തിലെ ബോട്ടിംഗ് നിർത്തി ഒരാഴ്ച പിന്നിടുമ്പോൾ കുമളി മേഖലയിലെ ടൂറിസം പ്രതിസന്ധിയിൽ. വിശദമായ വാർത്തകളിലേക്ക്. കേന്ദ്ര സർക്കാർ സഹകരണ മേഖലയെ തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി എം എം മണി. ഗോവധ നിരോധന നിയമത്തിന്റെ പേരിൽ രാജ്യത്ത് വ്യാവസായിക തകർച്ചയും സംഭവിക്കുമെന്നും എം എം മണി മുരിക്കാശ്ശേരിയിൽ പറഞ്ഞു. പ്രത്യേകിച്ചും കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന നോട്ട് നിരോധനം എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തു വെച്ചതെന്ന് കൊണ്ടുവന്നവർക്ക് പോലും വല്ല രൂപമുണ്ടോ എന്ന് എനിക്ക് 15 ലക്ഷം കോടി നോട്ടാണ് ക്യാൻസൽ ചെയ്തത്. അതിനിപ്പുറം നമ്മുടെ ജീവിതം പിടിമുട്ടി വെല്ലവും മനുഷ്യൻ വായിക്ക് രുചിയായി എന്തെങ്കിലും തിന്നുകൊണ്ടിരുന്നു. അതും നമ്മുടെ വായി മണ്ണിടുന്ന പണിയാണ്. ഇപ്പം ഏതാ പശു സംരക്ഷണം അതും തീർന്നു. അങ്ങനെ എങ്ങനെ നമുക്ക് പാരവെക്കാം, അതാണ് ഇപ്പം നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സഹകരണ മേഖല നാടിന്റെ നട്ടെല്ലാണെന്നും കേന്ദ്ര സർക്കാർ സഹകരണ സംഘങ്ങളെ തകർക്കുവാനുള്ള ശ്രമമാണ് നോട്ട് നിരോധനം മൂലം നടപ്പിലാക്കിയതെന്നും വൈദ്യുത വകുപ്പ് മന്ത്രി എം എം മണി പറഞ്ഞു. മുരിക്കാശ്ശേരി സർവീസ് സഹകരണ ബാങ്കിന്റെ പുതുതായി നിർമ്മിച്ച ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഗോവധ നിരോധനം വ്യാവസായിക മേഖലയ്ക്കും തിരിച്ചടിയാകുമെന്നും തുകൽ വ്യവസായം, എല്ലുപൊടി നിർമ്മാണം എന്നിവയും നിലയ്ക്കുമെന്നും മന്ത്രി എടുത്തു പറഞ്ഞു. ബാങ്ക് പ്രസിഡന്റ് തോമസ് കാരക്കാവയലിൽ അധ്യക്ഷത വഹിച്ചു. ഇടുക്കി MLA റൂഷി അഗസ്റ്റിൻ, KSRTC ഡയറക്ടർ ബോർഡ് അംഗം CB വർഗീസ്, ജില്ലാ പഞ്ചായത്ത് അംഗം നോബിൾ ജോസഫ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെലിൻ മാത്യു, മെമ്പർ TR സുരേന്ദ്രൻ, സുനിത സജീവ്, ബാത്തുക്കുടി പഞ്ചായത്ത് പ്രസിഡന്റ് PK രാജു എന്നിവർ സംസാരിച്ചു. ബാങ്കിന്റെ ആദ്യകാല അംഗങ്ങൾ, മികച്ച സഹകാരിമാർ, ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ എന്നിവരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, തോപ്രാങ്കുടി. സെക്രട്ടേറിയറ്റ് ലീസിന് നൽകി ഭരണം നടത്തിയവരാണ് കഴിഞ്ഞ UDF സർക്കാരെന്നും ഇവരുടെ ഭരണം മൂലം ജനങ്ങളൊന്നടങ്കം തലതാഴ്ത്തേണ്ട ഗതികേടുണ്ടായെന്നും CPI ദേശീയ കൗൺസിൽ അംഗം CN ചന്ദ്രൻ പറഞ്ഞു. CPI ജില്ലാ സെക്രട്ടറി KK ശിവരാമൻ നയിക്കുന്ന ജില്ലാ പ്രചരണ ജാഥയ്ക്ക് നെടുങ്കണ്ടത്ത് നൽകിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ സാധാരണ വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തീവ്രമായി ഇടപെട്ടുകൊണ്ട് പ്രകടന പത്രിക നടപ്പാക്കാനുള്ളതാണ് എന്നുള്ള നിലപാട് സ്വീകരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലപാടുകളും സമീപനങ്ങളും സ്വീകരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. കാർഷിക മേഖലയിലുണ്ടായ വമ്പിച്ച കുതിപ്പ് ജനങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടാക്കുന്നില്ലേ? സർക്കാർ നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ള ബോധം ഉണ്ടാകുന്നു. വർഗീയ ഫാസിസത്തിനും കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കുമെതിരെ CPIയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന രാഷ്ട്രീയ പ്രചരണ ജാഥയുടെ സ്വീകരണ സമ്മേളനം നെടുങ്കണ്ടത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു സർക്കാർ ഉണ്ടെന്ന ജനങ്ങൾക്ക് ബോധ്യമാക്കിയ ഭരണമാണ് ഇപ്പോൾ LDF നടത്തിവരുന്നത്. സമസ്ത മേഖലകളിലും വളർച്ചയെത്തിക്കുവാൻ ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. യാതൊരു മാനദണ്ഡവുമില്ലാതെ പൊതുമുതൽ കൊള്ളയടിക്കാണ് UDF സർക്കാർ നടത്തിയിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സംഘാടക സമിതി ചെയർമാനും CPI ജില്ലാ കമ്മിറ്റി അംഗവുമായ PM ആന്റണി സ്വീകരണ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ സെക്രട്ടറി KK ശിവരാമൻ നയിക്കുന്ന ജാഥയിൽ മുത്തുപ്പാണ്ഡെ ഡയറക്ടറും പ്രിൻസ് മാത്യു വൈസ് ക്യാപ്റ്റനുമാണ്. നെടുങ്കണ്ടത്തെത്തിയ ജാഥയ്ക്ക് നിരവധി പ്രവർത്തകർ ചേർന്ന് സ്വീകരണം നൽകി. കിസാൻ സഭ സംസ്ഥാന കമ്മിറ്റി അംഗവും സംഘാടക സമിതി കൺവീനറുമായ PK സദാശിവൻ, RG അരവിന്ദാക്ഷൻ, MB ഷിജുകുമാർ, S മനോജ്, അജീഷ് മുതുകുന്നേൽ,
AP ജോർജ്, മോളി ബെന്നി തുടങ്ങിയവർ പ്രസംഗിച്ചു. കനത്ത മഴയെ തുടർന്ന് പീരുമേട് പ്ലാക്കത്തടത്ത് വൻ മണ്ണിടിച്ചിൽ. തോട്ടാപുര പ്ലാക്കത്തടം റോഡ് പൂർണ്ണമായും തകർന്നു. 1,92 ലക്ഷം രൂപ മുടക്കി നിർമ്മാണം നടത്തി വന്ന പാതയാണ് തകർന്നത്. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയെ തുടർന്നാണ് തോട്ടാപുര പ്ലാക്കത്തടം റോഡിൽ വൻ മണ്ണിടിച്ചിൽ ഉണ്ടായത്. മണ്ണും പാറക്കല്ലും വീണ പാത തകർന്നു. സഞ്ചാരം മുടങ്ങിയതോടെ പ്ലാക്കത്തടം ആദിവാസി മേഖലയും ഒറ്റപ്പെട്ടു കഴിഞ്ഞു. കഴിഞ്ഞ 4 മാസമായി പ്ലാക്കത്തടത്തിലേക്ക് എത്തിച്ചേരുന്നതിനായി പാത നിർമ്മിച്ചു വരികയാണ്. വൻതോതിൽ ഇടിഞ്ഞു വീണ പാറക്കല്ലും മണ്ണും മൂലം നിർമ്മാണത്തിലിരുന്ന പാതയും തകർന്നു. നബാർഡിൽ നിന്നും അനുവദിച്ച 1,92 ലക്ഷം രൂപ മുടക്കിയാണ് പാത നിർമ്മിക്കുന്നത്. 90-ൽ അധികം കുടുംബങ്ങൾ താമസിക്കുന്ന പ്ലാക്കത്തടം മേഖലയിലേക്ക് എത്തുന്നതിനുള്ള ഏക സഞ്ചാരമാർഗം കൂടിയാണ് ഇത്. ഇന്നലെ കനത്ത മഴയെ തുടർന്ന് ഇന്ന് രാവിലെ വെളുപ്പിന് ഒരു 7-8 മണിയോട് കൂടിയാണ് ഈ ഭാഗം ഇടിഞ്ഞ് വീഴുന്നതിനെ തുടർന്ന് ഞങ്ങൾ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഇവിടെ എത്തുകയും പഞ്ചായത്ത് മെമ്പറും ഞാനും ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തി പ്ലാക്കത്തടം കോളനിയിലെ ആളുകൾ ST പ്രൊമോട്ടർ എല്ലാവരും ഇവിടെ എത്തുകയും തദ്ദേശഭരണ സ്ഥാപനങ്ങളെല്ലാം പഞ്ചായത്തിനെയും ബ്ലോക്കിനെയും എല്ലാം വിവരങ്ങൾ അറിയിക്കുകയും ഇപ്പോൾ ബഹുമാനപ്പെട്ട തഹസിൽദാരെ ഞങ്ങളിവിടെ വന്ന് അറിയിച്ചതിനെ തുടർന്ന് തഹസിൽദാർ വന്ന് റിപ്പോർട്ട് വേറെ കളക്ടർക്ക് സമർപ്പിച്ചിട്ടുണ്ട്. പാത തകർന്നതോടെ ഇടിഞ്ഞു വീണ കല്ലിനു മുകളിലൂടെ സാഹസിക യാത്ര നടത്തിയാണ് വനമേഖലയിലേക്ക് ആളുകൾ പോകുന്നതും. സംഭവ സ്ഥലത്ത് പീരുമേട് തഹസിൽദാറും ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളും പീരുമേട് പഞ്ചായത്ത് അംഗങ്ങളും എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. പാറ പൊട്ടിച്ചു നീക്കി മണ്ണുൾപ്പെടെ നീക്കം ചെയ്ത് ഇതുവഴിയുള്ള സഞ്ചാരം പുനഃക്രമീകരിക്കണമെങ്കിൽ ദിവസങ്ങൾ കഴിയും. അടിയന്തര പ്രാധാന്യം നൽകി പാതയിലെ തടസ്സങ്ങൾ നീക്കം ചെയ്യുവാനാണ് തീരുമാനം. എന്നാൽ മഴ ശക്തമായാൽ ഇനിയും മണ്ണിടിച്ചിലിനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഇടുക്കി വിഷൻ ന്യൂസ്, ഏലപ്പാറ. 1/2 കിലോ കഞ്ചാവുമായി പത്തനംതിട്ട സ്വദേശി കുമളി എക്സൈസിന്റെ പിടിയിലായി. പത്തനംതിട്ട മനുനിവാസ് മഹേഷ് ചിദംബരനാണ് പിടിയിലായത്. തമിഴ്നാട് കമ്പത്ത് നിന്നും 4,000 രൂപയ്ക്കാണ് പത്തനംതിട്ട സ്വദേശി മഹേഷ് ചിദംബരൻ കഞ്ചാവ് വാങ്ങിയത്. തമിഴ്നാട് ട്രാൻസ്പോർട്ട് ബസ്സിൽ കുമളിയിലെത്തി. ചെക്ക് പോസ്റ്റിൽ എക്സൈസ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ മഹേഷ് പിടിയിലാകുകയും ചെയ്തു. 1/2 കിലോ കഞ്ചാവ് വയറ്റിൽ ഒളിപ്പിച്ച നിലയിലാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയതും. 21 വയസ്സുള്ള മഹേഷ് പത്തനംതിട്ടയിൽ വിദ്യാർത്ഥികൾക്ക് വിൽപ്പനയ്ക്കായിട്ടാണ് കഞ്ചാവ് കടത്തുന്നതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. പ്രതി കഞ്ചാവിന്റെ ചെറിയ പൊതികളാക്കി ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുകയാണെന്നാണ് എക്സൈസിന്റെ പ്രാഥമിക നിഗമനം. കുമളി എക്സൈസ് ഇൻസ്പെക്ടർ EPCBയുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയിരിക്കുന്നതും. വണ്ടിപ്പെരിയാർ എക്സൈസിന് കീഴിൽ ഈ വർഷം പിടിക്കുന്ന 68ാമത്തെ കേസാണിത്. ഇടുക്കി വിഷൻ, കുമളി. ഹൈറേഞ്ചിലേക്ക് തൊഴിലാളി വാഹനങ്ങളിലടക്കം കഞ്ചാവും മറ്റ് ലഹരി വസ്തുക്കളുടെയും കടന്നുവരവ് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പോലീസിന്റെ നേതൃത്വത്തിൽ പരിശോധനയും കർശനമാക്കി. രാജാക്കാട് SIയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് രാവിലെയും വൈകുന്നേരവും പരിശോധന നടത്തുന്നത്. അതിർത്തി ചെക്ക് പോസ്റ്റുകൾ കടന്ന കഞ്ചാവും പാൻ മസാലയും അടക്കമുള്ള ലഹരി വസ്തുക്കൾ വൻതോതിൽ ഹൈറേഞ്ച് മേഖലയിലേക്ക് കടന്നുവരുന്നതായി മാധ്യമങ്ങളിലടക്കം വാർത്തകൾ പുറത്തുവന്ന സാഹചര്യത്തിലാണ് പോലീസ് പരിശോധന കർശനമാക്കിയിരിക്കുന്നത്. പൊതുവിൽപ്പനയ്ക്കും മറ്റുമായി ചെറിയ പൊതികളിലാക്കി കഞ്ചാവ് കൊണ്ടുവരുന്നതിനും പാൻ മസാല അടക്കമുള്ള ലഹരി വസ്തുക്കൾ കടത്തുന്നതിനും നിലവിൽ കൂടുതലായി ഉപയോഗിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് എത്തുന്ന തോട്ടം തൊഴിലാളികളുടെ വാഹനങ്ങളിലാണ്. ഇവ ചെക്ക് പോസ്റ്റുകളിലും വേണ്ട രീതിയിൽ പരിശോധന നടത്താതെ കടത്തിവിടുന്നതാണ് അനധികൃത കടത്തലിന് തൊഴിലാളി വാഹനങ്ങളെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടേക്കെത്തുന്ന തൊഴിലാളി വാഹനങ്ങളും തമിഴ്നാട്ടിൽ നിന്നും ഇതുവഴി കടന്നുപോകുന്ന മറ്റു വാഹനങ്ങളും പരിശോധന നടത്തുന്നതിന് പോലീസ് രംഗത്തെത്തിയിരിക്കുകയാണ്. മറ്റ് ജില്ലകളിൽ നിന്നും എത്തുന്ന ഇരുചക്ര വാഹനങ്ങളും യാത്രക്കാരെയും പോലീസ് പരിശോധന നടത്തിയതിനു ശേഷമാണ് കടത്തിവിടുന്നത്. പരിശോധന കർശനമാക്കുന്നതോടെ ലഹരിയുടെ കടന്നുവരവിന് ഒരു പരിധിവരെ തടയിടുവാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. തേക്കടി തടാകത്തിലെ ബോട്ടിംഗ് നിർത്തി ഒരാഴ്ച പിന്നിടുമ്പോൾ കുമളി മേഖലയിൽ ടൂറിസം പ്രതിസന്ധിയിൽ. KTDC ഉൾപ്പെടെയുള്ളവർക്ക് ഭീമമായ നഷ്ടമാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത്. തേക്കടിയിലെ ബോട്ട് സർവീസ് നിലച്ചത് KTDC ഉൾപ്പെടെ ടൂറിസം മേഖലയ്ക്ക് വൻ തിരിച്ചടിയായിരിക്കുകയാണ്. 2016 ഏപ്രിൽ-മെയ് മാസങ്ങളിൽ അപേക്ഷിച്ച് ഇത്തവണ 36% വരുമാന നഷ്ടമാണ് KTDC നേരിട്ടതും. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 110 അടിയായി കുറഞ്ഞപ്പോൾ ബോട്ടുകളിലെ യാത്രക്കാരുടെ എണ്ണം കുറയ്ക്കേണ്ടി വന്നു. 126 പേർക്ക് യാത്ര ചെയ്യാവുന്ന ജലരാജ ബോട്ടിൽ 75 യാത്രക്കാരെ മാത്രമാണ് അനുവദിച്ചത്. 30 പേർക്ക് യാത്ര ചെയ്യാവുന്ന ജലസുന്ദരി ബോട്ടിൽ ആളുകളുടെ എണ്ണം 20 കുറയ്ക്കുകയും ചെയ്തു. ബോട്ടുകളുടെ അടിഭാഗം തടാകത്തിലെ മരക്കുറ്റികളിൽ തട്ടി അപകടം ഉണ്ടാകാനുള്ള സാധ്യത പരിഗണിച്ചാണ് യാത്രക്കാരുടെ എണ്ണം കുറച്ചിരുന്നതും. KTDCക്ക് തേക്കടിയിൽ അരണ്യനിവാസ്, പെരിയാർ ഹൌസ്, ലേക്ക് പാലസ് എന്നീ 3 ഹോട്ടലുകളാണ് ഉള്ളതും. 2016 ഏപ്രിൽ-മെയ് മാസങ്ങളിൽ 89,66,856 രൂപയാണ് ബോട്ടിംഗിൽ മാത്രം KTDCക്ക് വരുമാനമായി ലഭിച്ചതും. എന്നാൽ ഇത്തവണ അത് 32,61,447 രൂപ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. KTDCക്ക് പുറമെ തേക്കടിയിലെ ടൂറിസം മേഖലയ്ക്കും വൻ തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. കുമളിയിലെ ടൂറിസം മേഖല 50% ബിസിനസ്സുകൾ കുറഞ്ഞിരിക്കുകയാണ്. ടാക്സി മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ വളരെ നിരാശരായിട്ട് കഴിയുന്നു. അതോടൊപ്പം തന്നെ ഹോട്ടൽ മേഖലയിൽ കോടിക്കണക്കിന് രൂപ മുടക്കി
ഹോട്ടൽ മേഖലയിൽ ഹോട്ടൽ വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്നവർ വളരെ നിരാശരായിട്ട് മാറിയിരിക്കുന്നു. സ്പൈസ് പ്ലാന്റേഷൻ നടത്തുന്നവർ വളരെ നിരാശരായി മാറിയിരിക്കുന്നു. ഗൈഡന്മാർക്ക് തൊഴിലില്ലാതെ അവർ കുടുംബങ്ങൾ ബുദ്ധിമുട്ടിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കുമളിയിലുള്ളത്. തേക്കടിയിലേക്കുള്ള യാത്രക്കാരുടെ എണ്ണം കുറഞ്ഞതായി വനംവകുപ്പിന്റെ കണക്കുകളും സൂചിപ്പിക്കുന്നു. ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനകളും സർക്കാർ ഏജൻസികളും വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ട് പ്രവർത്തിച്ചില്ല എങ്കിൽ ഭാവിയിൽ വൻ തിരിച്ചടിയാണ് നേരിടേണ്ടി വരിക. ജെറിൻ പടിഞ്ഞാറക്കര, ഇടുക്കി വിഷൻ, കുമളി. ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച PWD റെസ്റ്റ് ഹൌസും സമീപത്തുള്ള റവന്യൂ വകുപ്പിന്റെ ക്വാർട്ടേഴ്സ് കെട്ടിടങ്ങളും സംരക്ഷണമില്ലാതെ നശിക്കുന്നു. ശാന്തൻപാറ പഞ്ചായത്തിലുള്ള സർക്കാർ കെട്ടിടങ്ങളാണ് കാലപ്പഴക്കത്താൽ സംരക്ഷണമില്ലാതെ നശിക്കുന്നത്. ഒരു കാലത്ത് ഹൈറേഞ്ചിലേക്ക് എത്തുന്ന മന്ത്രിമാരും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും വിശ്രമിച്ചു മടങ്ങിയിരുന്ന എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ റെസ്റ്റ് ഹൌസിന്റെയും സമീപത്തുള്ള ലക്ഷങ്ങൾ മുടക്കി കരിങ്കല്ലിൽ നിർമ്മിച്ചിരിക്കുന്ന റവന്യൂ വകുപ്പിന്റെ ക്വാർട്ടേഴ്സ് കെട്ടിടങ്ങളുടെയും അവസ്ഥയാണിത്. EMSും AKGയും അടക്കമുള്ള പഴയകാല നേതാക്കന്മാരും അക്കാലഘട്ടത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരും വിശ്രമിക്കുകയും താമസിക്കുകയും ചെയ്തിരുന്ന PWD റെസ്റ്റ് ഹൌസ് ഇന്ന് വന്യമൃഗങ്ങളുടെ ആവാസ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. മന്ത്രിമാരും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും അനുദിനം യാത്ര ചെയ്യുന്ന മൂന്നാർ തേക്കടി റൂട്ടിൽ മൂന്നാർ കഴിഞ്ഞാൽ പിന്നെയുള്ള ഏക ഇടത്താവളമാണിത്. ഇതൊഴിച്ചാൽ ഇവർക്ക് യാത്രക്കിടയിൽ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനും വിശ്രമിക്കുന്നതിനും മറ്റൊരു സംവിധാനവുമില്ല. എന്നിട്ടും കാലങ്ങളായി ശോചനീയാവസ്ഥയിലായി കിടക്കുന്ന കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി ഇവ സംരക്ഷിക്കുന്നതിന് ഒരുവിധ നടപടിയുമില്ല. അടിയന്തരമായി കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശത്തെ പൊതുപ്രവർത്തകരുടെ അടക്കം ശക്തമായ ആവശ്യം. നൂറുകണക്കിന് വിനോദസഞ്ചാരികൾ ദിവസവും കടന്നു പോകുന്ന ഈ പാതയിൽ മൂന്നാർ വിട്ടാൽ പിന്നെ ഒരു വിശ്രമ കേന്ദ്രം എന്ന് പറയുന്നത് 65 കിലോമീറ്റർ അകലെ നെടുങ്കണ്ടത്താണ്. മൂന്നാറിൽ നിന്ന് വിടുന്ന യാത്രക്കാർക്ക് ഒന്നിരിക്കുന്നതിനോ മൂത്രമൊഴിക്കുന്നതിനോ മറ്റു യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും ഇതിനിടയ്ക്കില്ല. അതിനിടയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ശാന്തൻപാറ. ഈ റെസ്റ്റ് ഹൗസ് വളരെ അടിയന്തരമായി അത് അതിൻ്റെ പണികൾ പൂർത്തീകരിച്ച് അത് ഫസ്റ്റ് ഗ്രേഡ് റെസ്റ്റ് ഹൗസായി ഉയർത്തി അതിൻ്റെ പ്രവർത്തനം എത്രയും പെട്ടെന്ന് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇനിയുള്ളത് ഇതിന് സമീപത്ത് തന്നെയുള്ള റവന്യൂ വകുപ്പിന്റെ നിരവധിയായ ക്വാർട്ടേഴ്സ് കെട്ടിടങ്ങളാണ്. ഇതിന്റെ അവസ്ഥയാകട്ടെ ഏതു നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലും. കാട് കയറി മൂടിയ ഈ കെട്ടിടങ്ങൾ നാശത്തെ നേരിടുന്നതിനൊപ്പം ഇവിടം ഇന്ന് സാമൂഹിക വിരുദ്ധരുടെ സങ്കേതമായി മാറിയിരിക്കുകയാണ്. ചീട്ടുകളിയും മദ്യപാനവും മറ്റ് അനാശാസ പ്രവർത്തനങ്ങൾക്കും സുരക്ഷിത താവളമായി മാറിയിരിക്കുകയാണ് ഇവിടം. ഇവയും നവീകരിച്ച് സംരക്ഷിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. മതികെട്ടാൻ ടൂറിസവുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന സ്ഥലവും സർക്കാർ PWD വക സർക്കാർ കെട്ടിടവും ഈ വലിയ വർഷങ്ങളോളമായി നശിച്ചു കിടക്കുകയാണ്. ഇത് അടിയന്തരമായി ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ നടപടിയെടുത്തതിന്റെ ചുറ്റുമതിലും കെട്ടി ഈ കെട്ടിടങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് അത്യാവശ്യപ്പെട്ട കാര്യമാണ് എന്നാണ് പറയാനുള്ളത്. വാർത്തകളിൽ ചെറിയ ഇടവേള. ഹൈറേഞ്ച് മേഖലയിൽ വിശ്വസ്തയുടെ 25 വർഷം പൂർത്തിയാക്കുന്ന വൈറ്റ് മാർട്ട് കൊച്ചുപുരയ്ക്കൽ ഏജൻസീസ് അവതരിപ്പിക്കുന്നു നിങ്ങൾക്കായി മഹാലാഭത്തിന്റെ മഹോത്സവം. ഇഷ്ടം പോലെ തിരഞ്ഞെടുക്കുവാൻ ലോകോത്തര ബ്രാൻഡുകളുടെ ടെലിവിഷൻ, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, മൈക്രോവേവ് ഓവൻ, മ്യൂസിക് സിസ്റ്റം, വാക്വം ക്ലീനർ, എയർ കണ്ടീഷണർ തുടങ്ങിയ എല്ലാത്തരം അപ്ലയൻസസും ഏറ്റവും വിലക്കുറവിൽ. കൂടാതെ ഈസി ഫിനാൻസ്, ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെന്റ്, ലോ EMI, സുതാര്യമായ വ്യവസ്ഥകൾ, ഏറ്റവും എളുപ്പം തവണകളിലൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അപ്ലയൻസസ് സ്വന്തമാക്കാൻ. വൈറ്റ് മാർട്ട് കൊച്ചുപുരയ്ക്കൽ ഏജൻസീസ്, എടശ്ശേരി ജംഗ്ഷൻ, ന്യൂ ബസ് സ്റ്റാൻഡ്, കട്ടപ്പന. മീഡിയ രംഗത്ത് നിരവധി അവസരങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. യൂണിവേഴ്സിറ്റി അംഗീകാരത്തോടെ ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ മീഡിയ കോഴ്സ് പഠിക്കുവാൻ ഇതാ ഒരു സുവർണാവസരം. സിനിമ, സീരിയൽ, മാധ്യമ രംഗങ്ങളിലെ പ്രമുഖർ ക്ലാസുകൾ നയിക്കുന്നു. ഡയറക്ഷൻ, ക്യാമറ, എഡിറ്റിംഗ്, ആക്ടിംഗ് തുടങ്ങിയ 10 മേഖലകളിൽ പ്രൊഫഷണൽസ് ആകാം. പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. ലിമിറ്റഡ് സീറ്റ്സ് ഓൺലി. സ്വപ്നം കാണുന്നവന്റെയല്ല, സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നവന്റെയാണ് മീഡിയ ലോകം. ബിൽഡ് യുവർ ഫ്യൂച്ചർ. റെഡ് ഐ സ്കൂൾ ഓഫ് മീഡിയ, കട്ടപ്പന. ഉപ്പൻമാക്കൽ കാർഷിക നഴ്സറി, മേലച്ചിലർ. അത്യുൽപാദന ശേഷിയുള്ള കരിമുണ്ട, നീലമുണ്ടി, പന്നിയൂർ വൺ കൊടുത്തൈകൾ, ഹൈബ്രിഡ് കൊക്കോ തൈകൾ, നാടൻ ജാതിയിൽ ബഡ് ചെയ്ത ജാതി തൈകളും, തെങ്ങ്, മാവ് മുതലായ ഫലവൃക്ഷ തൈകളും മിതമായ നിരക്കിൽ ലഭ്യമാകുന്ന ഹൈറേഞ്ചിലെ ഏക സ്ഥാപനം ഉപ്പൻമാക്കൽ കാർഷിക നഴ്സറി, മേലച്ചിലാർ. ആരാണ് ഞങ്ങളുടെ സ്വീറ്റസ്റ്റ് ഫ്രണ്ട് അറിയാമോ? ഞങ്ങളുടെ സന്തോഷ നിമിഷങ്ങളിൽ എപ്പോഴും
ഞങ്ങളോടൊപ്പമുള്ള ഞങ്ങളുടെ ഫ്രണ്ട്, എന്റെ സ്വീറ്റസ്റ്റ് ആൻഡ് ടേസ്റ്റിയസ്റ്റ് ഫ്രണ്ട് കൊച്ചിൻ. കൊച്ചിൻ, the taste of goodness. കട്ടപ്പന, പുളിയന്മല, പുച്ചടി, അണക്കര, നെടുങ്കണ്ടം. സ്മൈൽ ആൻഡ് കെയർ മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക്, കരുനാഗപ്പള്ളി ആർക്കേഡ്, എരട്ടയാർ റോഡ്, കട്ടപ്പന. ഉദ്ഘാടനം ജൂൺ 5 തിങ്കളാഴ്ച രാവിലെ 11:30 ബഹുമാന്യനായ വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ എം എം മണി നിർവഹിക്കുന്നു. ചടങ്ങിൽ വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക നേതാക്കൾ പങ്കെടുക്കും. സ്മൈൽ ആൻഡ് കെയർ മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക്, കരുനാഗപ്പള്ളി ആർക്കേഡ്, എരട്ടയാർ റോഡ്, കട്ടപ്പന. പകുതി ചിലവിൽ എക്സ്റേ വെൽഡിംഗ് പഠനം. സ്പാർക്ക് എക്സ്റേ വെൽഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. യോഗ്യത SSLC+2. വിജയകരമായി കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് പ്ലേസ്മെന്റും സർട്ടിഫിക്കറ്റും നൽകി വരുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ അവസരങ്ങളുള്ള തൊഴിൽ മേഖലകളിൽ ഏറ്റവും പ്രധാനമാണ് എക്സ്റേ വെൽഡിംഗ്. കഴിഞ്ഞ ബാച്ചുകളിൽ നിന്നായി 25ഓളം പേർ വിദേശത്ത് ജോലി നേടി മികച്ച ശമ്പളത്തിൽ ജോലി ചെയ്തു വരുന്നു. എക്സ്റേ വെൽഡിംഗിന് മാത്രമായി പ്രവർത്തിക്കുന്ന ജില്ലയിലെ ഏക സ്ഥാപനം സ്പാർക്ക് എക്സ്റേ വെൽഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, മയാസിറ്റി കമ്മ്യൂണിറ്റി ഹാളിന് സമീപം, നെടുങ്കണ്ടം. ഫോൺ 8848770010. ഇന്നു ഞാൻ ഓർക്കുന്നു ബാല്യകൗമാരവനാന്തര സുകൃതികൾ. അമ്മതന്നകിളിൽ അമൃതം നുണഞ്ഞതും നടക്കാൻ പഠിച്ചതും യാത്ര പോയതും ജലസ്രോതസ്സു തേടി പിന്നെ അമ്മയോടൊത്ത് നീരാടി തുടിച്ചതും. കിർലോസ്കർ പമ്പ്സ്, ലോകം സാക്ഷ്യപ്പെടുത്തിയ ഗുണമേന്മ. കിർലോസ്കർ, കാലം തെളിയിച്ച വിശ്വാസം. അംഗീകൃത വിതരണക്കാർ GNS ഇലക്ട്രിക്കൽ സർവീസസ്, കട്ടപ്പന, നെടുങ്കണ്ടം. ജാഗ്വാർ, പാരിവെയർ, ബാത്തിക്സ്, sanitary wear and bath fittings, Supreme Piping Solution, Water Tech Taps, Diamond, Frankie, Metro തുടങ്ങിയ ബ്രാൻഡുകളുടെ കിച്ചൺ സിങ്കുകൾ, വൈക്കിംഗ്, എംബ്രാൻ, CP Fittings. Make your home as your dream. കൊല്ലംകുടിയിൽ ഏജൻസീസ്, കട്ടപ്പന. കണ്ടില്ലേ, രോഹിണി കാലിത്തീറ്റയുടെ ഗുണം ഇപ്പൊ മനസ്സിലായില്ലേ? ഡോക്ടർ പറഞ്ഞത് വളരെ ശരിയാണ്. രോഹിണി കാലിത്തീറ്റ കൊടുത്തു തുടങ്ങിയത് മുതൽ ആ വ്യത്യാസം കണ്ടു തുടങ്ങി. അധികം പാല്, അധികം ലാഭം, കന്നുകാലികൾക്ക് ആരോഗ്യം. രോഹിണി കാലിത്തീറ്റ. കർഷകർക്കൊരു സന്തോഷ വാർത്ത. കേരളത്തിൽ ആദ്യമായി മണ്ണിനെ സ്നേഹിക്കുന്ന കർഷകർക്കായി ഒരു സമ്പൂർണ്ണ ജൈവവളം ജീവൻ പ്ലസ്. 12 തരം പിണ്ണാക്കുകളും മഞ്ഞൾപ്പൊടിയും, മഞ്ഞൾ വേസ്റ്റും, പുകയില വേസ്റ്റും, പ്രോട്ടീനുകളും, കാർബോഹൈഡ്രേറ്റുകളും മറ്റ് സൂക്ഷ്മ മൂലകങ്ങളും ചേർന്ന ഒരു സമ്പൂർണ്ണ ജൈവവളം. വേരുചീയൽ, തട്ടുമറിച്ചിൽ, അഴുകൽ രോഗങ്ങളിൽ നിന്നും ഏലച്ചെടിയെ സംരക്ഷിക്കുന്നതിന് ജീവൻ പ്ലസ് വണ്ടർ കേക്കുകൾ. ഇത് ഉപയോഗിക്കുമ്പോൾ ചെടിയുടെ രോഗപ്രതിരോധ ശേഷി 10 മടങ്ങായി വർദ്ധിക്കുന്നു. അപ്ലൈഡ് ഫോർ IMO സർട്ടിഫിക്കറ്റ് and ISO 9001-2008 certified products. Western Agro Trading Company, Srinima Building, Kumali. വാർത്തകൾ തുടരുന്നു. കാലഘട്ടങ്ങളിലെ മാറ്റങ്ങളെ തിരിച്ചറിയുവാൻ സമൂഹത്തിനും സംഘടനകൾക്കും കഴിയുന്നുവെന്നത് മാതൃകാപരമാണെന്ന് ഇടുക്കി MLA റോഷി അഗസ്റ്റിൻ മരിയാപുരം സെന്റ് ജോൺസ് ചിൽഡ്രൻസ് ഹോമിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്ത ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓരോ കാലഘട്ടങ്ങളുടെയും മാറ്റങ്ങളെ തിരിച്ചറിയുവാൻ സമൂഹത്തിനും സംഘടനകൾക്കും സാധിക്കുന്നു എന്നത് മാതൃകാപരമാണെന്ന് ഇടുക്കി MLA റോഷി അഗസ്റ്റിൻ മരിയാപുരം സെന്റ് ജോൺസ് ചിൽഡ്രൻസ് ഹോമിലെ നിർധന വിദ്യാർത്ഥികൾക്ക് പഠന ഉപകരണങ്ങൾ നൽകി പ്രസംഗിക്കുകയായിരുന്നു MLA. വളരെ മാതൃകാപരമായ ഒരു സമീപനത്തിലൂടെ സിരി ക്ലബ്ബ് നടത്തുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഏറിയ സന്തോഷവും അഭിമാനവും തോന്നുകയാണ്. ഓരോ കാലഘട്ടത്തിൻ്റെയും മാറ്റങ്ങളെ തിരിച്ചറിയാൻ നമ്മുടെ സമൂഹത്തിനും സംഘടനകൾക്കും സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും താല്പര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. ഇവിടെയുള്ള കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള പഠന സഹായത്തിന് വേണ്ടി അതിനവരെ സഹായിക്കാൻ കഴിയുന്ന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ സിരി ക്ലബ്ബ് എടുത്ത ഈ തീരുമാനം എന്തുകൊണ്ടും ശ്ലാഘനീയവും മാതൃകാപരവുമാണ്. വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി എല്ലാ വർഷവും നടത്തിവരുന്ന ജീവകാരുണ്യ പരിപാടിയുടെ ഭാഗമായിട്ടാണ്
കട്ടപ്പന ചിരി ക്ലബ്ബ് 40-ൽ പരം വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ നോട്ട് ബുക്കുകളും പഠന വിനോദ ഉപകരണങ്ങളും നൽകിയത്. ചിൽഡ്രൻസ് ഹോമിൽ നടന്ന പരിപാടിയിൽ ചിരി ക്ലബ്ബ് രക്ഷാധികാരി ജോർജി മാത്യു അധ്യക്ഷനായിരുന്നു. പ്രസിഡന്റ് സണ്ണി സ്റ്റോറിൽ മുഖ്യപ്രഭാഷണം നടത്തി. ചിൽഡ്രൻസ് ഹോം മാനേജർ ഡോക്ടർ സാലിമോൾ ജേക്കബ്, സിസ്റ്റർ മേരി, ചിരി ക്ലബ്ബ് സെക്രട്ടറി അശോക് ഇലവന്തിക്കൽ, കൺവീനർ ജോൺ പി ജോൺ, അംഗങ്ങളായ റോയി ജോർജ്, വിനോദ് കൊളക്കാട്ടുവയലിൽ, TP ജോണിക്കുട്ടി, ജോജി കുരുവിള തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതോണി. ജില്ലയ്ക്ക് അഭിമാനമായി സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ അർജുൻ പാണ്ഡ്യന് ജന്മനാടിന്റെ ആദരം. വിജയത്തിന് ശേഷം നാട്ടിലെത്തിയ അർജുന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബോണാമിയിൽ സ്വീകരണം നൽകി. രാജ്യത്തിന്റെ ഭരണചക്രത്തിൽ അംഗമാകുന്നതിനായി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന സിവിൽ സർവീസ് പരീക്ഷയിലാണ് അർജുൻ പാണ്ഡ്യൻ 248-ാം റാങ്ക് നേടി രാജ്യത്തിന്റെയും ജില്ലയുടെയും അഭിമാനമായി മാറിയത്. അടച്ചുപൂട്ടിയ തോട്ടം മേഖലയിൽ കഷ്ടതകൾ നിറഞ്ഞ സാഹചര്യത്തിൽ നിന്നുമാണ് ജില്ലയുടെ അഭിമാനം വാനോളം ഉയർത്തി ഒരു പ്രതിഭ എത്തിയത്. തോട്ടം മേഖലയിലെ ജനങ്ങളുടെ അഭിമാനമായിട്ടാണ് അർജുൻ സിവിൽ സർവീസ് പരീക്ഷയിൽ മികച്ച വിജയം നേടിയത്. റാങ്ക് നേടി ആദ്യമായി നാട്ടിലെത്തിയ അർജുനെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജന്മനാട്ടിൽ ആദരിച്ചു. ഏലപ്പാറ ബോണാമിയിലാണ് സ്വീകരണ സമ്മേളനം ഒരുക്കിയത്. വാദ്യമേളങ്ങളുടെയും കരഘോഷങ്ങളുടെയും അകമ്പടിയോടെ അർജുനെ വേദിയിലേക്ക് ആനയിച്ചു. കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ, റോയി കെ പോലോസ്, EM ആഗസ്തി, സിറിയക് തോമസ് തുടങ്ങിയ നേതാക്കൾ അർജുനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം DCC സെക്രട്ടറി EM ആഗസ്തി ഉദ്ഘാടനം ചെയ്തു. KSU ജില്ലാ പ്രസിഡന്റ് ടോണി തോമസ് അർജുന് ഉപഹാരം നൽകി ആദരിച്ചു. സ്വീകരണം ഇതാണ് എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവുക, മനസ്സിലുണ്ടാവുക. കാരണം ഇപ്പോൾ ഇടുക്കി ജില്ലയിലാണെങ്കിലും എല്ലാ പ്രമുഖ നേതാക്കന്മാരും ഇവിടെ ഉണ്ട്. സിറിയക് സാറായാലും EM സാറായാലും കോഴിക്കോട് സാറായാലും എല്ലാവരും ഉണ്ട്. അതിനേക്കാളും ഞാൻ വന്നപ്പോഴത്തേക്ക് എല്ലാവരും ബോണാമിലെ എല്ലാ ജനങ്ങളും മുന്നോട്ട് വന്നല്ലോ, അതെപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാവും, ഒരിക്കലും മറക്കാൻ കഴിയില്ല. നേതാക്കളായ M സൈമൺ, ഷാജഹാൻ മഠത്തിൽ, TK ചന്ദ്രശേഖരൻ, K വെള്ളൈതുരി, ആഫിൻ ആൽബർട്ട്, ബോണോമി CSI ചർച്ച് വികാരി സുനീഷ് ദിവാകരൻ, ഫാദർ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇടുക്കി വിഷൻ ന്യൂസ്, ഏലപ്പാറ. സ്വകാര്യ വ്യക്തി റോഡ് വെട്ടിപ്പൊളിച്ചതായി ആക്ഷേപം. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡിൽ 20ഓളം വരുന്ന കുടുംബങ്ങളുടെ ഏകാശ്രയമായ റോഡാണ് വെട്ടിപ്പൊളിച്ചത്. സ്വകാര്യ വ്യക്തി റോഡ് കയ്യേറി സഞ്ചാരയോഗ്യമല്ലാതാക്കിയതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് മാട്ടുക്കട്ട നിവാസികൾ പോലീസ് സബ് ഇൻസ്പെക്ടർക്ക് പരാതി സമർപ്പിച്ചത്. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡിലെ 20ഓളം കുടുംബങ്ങളുടെ ഏകാശ്രയമായ റോഡാണ് സ്വകാര്യ വ്യക്തി കയ്യേറി നശിപ്പിച്ചത്. മുമ്പ് സ്വകാര്യ വ്യക്തിയും ചേർന്നാണ് ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. എന്നാൽ റോഡിന്റെ വശത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ വെള്ളം കെട്ടി നിൽക്കുന്നുവെന്ന് ആരോപിച്ചാണ് ഇയാൾ റോഡ് വെട്ടിപ്പൊളിച്ചത്. നിലവിൽ ഈ റോഡ് ഇപ്പോൾ സഞ്ചാരയോഗ്യമല്ലാത്ത അവസ്ഥയിലാണ്. ഇതേ തുടർന്ന് വേണ്ടപ്പെട്ട അധികാരികൾക്ക് നാട്ടുകാർ ചേർന്ന് പരാതി നൽകുകയും ചെയ്തു. ദിനംപ്രതി നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന റോഡ് ഉടൻ തന്നെ സഞ്ചാരയോഗ്യമാക്കി തരണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന. കട്ടപ്പന ഇരട്ടിയാർ റോഡിന്റെ ശോചനാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച നത്തുകല്ല് റോഡ് ഉപരോധിക്കും. DCC വൈസ് പ്രസിഡന്റ് ജോയി വെട്ടിക്കുഴി ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്യും. കട്ടപ്പന ഇരട്ടിയാർ ശാന്തിഗ്രാം റോഡിന് BMBC ലിസ്റ്റിൽപ്പെടുത്തി റബ്ബറൈസ്ഡ് റോഡ് നിർമ്മിക്കുന്നതിന് ഉമ്മൻചാണ്ടി സർക്കാർ 2016-ലെ ബഡ്ജറ്റിൽ 6 കോടി രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ നാളിതുവരെയും റോഡിന്റെ യാതൊരുവിധ അറ്റകുറ്റപ്പണികളും ആരംഭിച്ചിട്ടില്ല. തകർന്നു കിടക്കുന്ന കട്ടപ്പന ഇരട്ടിയാർ ശാന്തിഗ്രാം റോഡിന്റെ ശോചനാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച നത്തുകല്ലിൽ റോഡ് ഉപരോധമടക്കമുള്ള സമരങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഉപരോധ സമരത്തിന് യൂത്ത് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സജീവ് KS അധ്യക്ഷത വഹിക്കും. DCC വൈസ് പ്രസിഡന്റ് ജോയി വെട്ടിക്കുഴി സമരം ഉദ്ഘാടനം ചെയ്യും. ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി ഇലിപ്പുലിക്കാട്ട് മുഖ്യപ്രഭാഷണം നടത്തും. UDF ഗവൺമെന്റ് കൊണ്ടുവന്ന പദ്ധതിയാണെന്നും പറഞ്ഞത് നടപ്പിലാക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് LDF സർക്കാർ ഞങ്ങൾ അടിമാലി ചിന്നാർ നത്തുകല്ല് 2 വരിപ്പാതയ്ക്ക് 50 കോടി രൂപ അനുവദിച്ചതിനാൽ 6 കോടി രൂപ ലാപ്സായി പോയിട്ടുള്ളതുമാണ്. എന്നാൽ ഇതുവരെ ഈ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന് യാതൊരുവിധമായ ശ്രമവും ഇതുവരെ നടക്കുകയുണ്ടായിട്ടില്ല. ഈ രീതിയിൽ തുടർന്നു പോയാൽ യൂത്ത് കോൺഗ്രസ് ശക്തമായ സമരപരിപാടിയുമായി മുന്നോട്ടു പോകുമെന്ന് അറിയിക്കുകയാണ്. ജോണി ചീരാങ്കുന്നേൽ, DCC ജനറൽ സെക്രട്ടറി TS ബേബി, കട്ടപ്പന നഗരസഭാ കൌൺസിലർമാരായ സിബി പാറപ്പായി, ലവ്ലി ഷാജി വാലുമേൽ, ഇരട്ടിയാർ മണ്ഡലം പ്രസിഡന്റ് ഷിബു തോമസ് തുടങ്ങിയവരും പരിപാടിയിൽ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ യൂത്ത് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സജീവ് KS, KSU ജില്ലാ സെക്രട്ടറിമാരായ ജോജി ജോസഫ്, ജിതിൻ ഉപ്പുമാക്കൽ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറിമാരായ ആലൻ ജോസ്, അരുൺകുമാർ, ഷെബിൻ ഇരട്ടിയാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. മൂന്നാറിന്റെ ജീവനാഡിയായ മുതിരപ്പുഴയാർ മരിക്കുന്നു. ഹോട്ടലുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യങ്ങൾ കൊണ്ടാണ് മുതിരപ്പുഴ നാശത്തെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്.
മൂന്നാറിന്റെ സ്പന്ദനമായ മൂന്നാർ മുതിരപ്പുഴയാർ മരിക്കുകയാണ്. മൂന്നാറിലെ വ്യാപാര സ്ഥാപനങ്ങൾ, ഹോട്ടലുകൾ എന്നിവിടങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന കക്കൂസ് മാലിന്യങ്ങൾ നിറഞ്ഞൊഴുകുന്ന പുഴയെ സംരക്ഷിക്കുവാൻ ബന്ധപ്പെട്ടവർ നടപടികൾ സ്വീകരിക്കാത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത്. മുതിരപ്പുഴയാറ്റിൽ കോളിഫോം ബാക്ടീരിയയുടെ അളവ് വർദ്ധിക്കുന്നതായി വകുപ്പുകൾ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്ന് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ മൂന്നാറിലെ കോട്ടേജുകൾ, ഹോട്ടലുകൾ, റിസോർട്ടുകൾ എന്നിവിടങ്ങളിൽ പരിശോധന നടത്തിയെങ്കിലും എല്ലാം പ്രഹസനമായി മാറി. മുതിരപ്പുഴയാറിന്റെ സംരക്ഷണത്തിന് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചെങ്കിലും ഫലവത്തായില്ല. പുഴയുടെ സമീപത്തുള്ള കാടുകളും വള്ളികളും പുഴയെ ഓടയാക്കി മാറ്റിയിട്ടും ഒഴുക്കിന് തടസ്സമായ കാടുകൾ വെട്ടിനീക്കുവാൻ അധികൃതർ ശ്രമിക്കുന്നുമില്ല. ബീഫ് നിരോധിച്ച കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധം അറിയിച്ച വൈദ്യുതി വകുപ്പ് മന്ത്രി എം എം മണി ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി ഓണത്തിന് ഒരു മുറം പച്ചക്കറി പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എങ്ങനെ നമ്മൾ രക്ഷപ്പെടുത്തിയല്ല അതുകൊണ്ട് ആ അവസ്ഥയില്ല. ഇതിനെ അനുകൂലിക്കുന്നത് ചിലപ്പോൾ ഈ കൂട്ടത്തിലുണ്ടാവും, ഉണ്ടാകുമെങ്കിലും ഇരിക്കട്ടെ. മനസ്സിലായില്ലേ? നിസ്സാര കാര്യമില്ലത്. 6000 കോടി രൂപയുടെ ബിസിനസ് ഈ കേരളത്തിൽ നടക്കുന്നുണ്ട്. 6000 കോടി രൂപയുടെ ദശലക്ഷക്കണക്കിന് കാര്യങ്ങളെയാണ് കൊണ്ടുവരുന്നത്. അതുമാത്രമല്ല, അതിൻ്റെ എല്ലാം വലിയ ബിസിനസ്സാണ്. വലിയ ഭയങ്കര ബിസിനസ്സാണ്. വളമുണ്ടാക്കുന്ന മുഴുവൻ അതാണ്. തൊലി അത് ഭയങ്കര ബിസിനസ്സാണ്. ആഗോളതലത്തിലുള്ള ബിസിനസ്സാണ്. ഇത് മുഴുവൻ തൊലച്ച് നമ്മളെ കൊണ്ടെത്തിക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. സമ്പൂർണ്ണ ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി കഞ്ഞിക്കുഴി സർവീസ് സഹകരണ ബാങ്ക് നൽകിയ 8000 തൈകളുടെയും വളത്തിന്റെയും വിതരണ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. തുടർന്ന് ചേലച്ചുവട്ടിൽ 3 ഏക്കർ സ്ഥലത്ത് ജൈവ പച്ചക്കറി നടീൽ ഉദ്ഘാടനവും നടന്നു. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിന് ജൈവ ജില്ലാ ഫെഡറേഷൻ പ്രസിഡന്റ് CV വർഗീസ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ഉഷാകുമാരി മുഖ്യപ്രഭാഷണം നടത്തി. ജൈവഗ്രാം ജില്ലാ ഫെഡറേഷൻ സെക്രട്ടറി VK കമലഹാസൻ, സർവീസ് സഹകരണ ബാങ്ക് തങ്കമണി പ്രസിഡന്റ് റോമിയോ സെബാസ്റ്റ്യൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ വിഷ്ണു K ചന്ദ്രൻ, കഞ്ഞിക്കുഴി സഹകരണ ബാങ്ക് പ്രസിഡന്റ് MK ചന്ദ്രൻകുഞ്ഞ്, കഞ്ഞിക്കുഴി കൃഷി ഓഫീസർ MH ഷമീർ, മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ലിസി ജോസ്, ഏരിയ കമ്മിറ്റി അംഗം ഷാജി വാഴക്കാല, നിർമ്മാണ തൊഴിലാളി സംസ്ഥാന കമ്മിറ്റി അംഗം G നാരായണൻ നായർ, ചേലച്ചുവട് ഏരിയ ലോക്കൽ സെക്രട്ടറി ജോഷി എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് ജൈവ കർഷകരായ ജോസ് മാഞ്ചുരാൻ, രാജു ചെമരപ്പള്ളി, തങ്കച്ചൻ കുഞ്ഞുകുഴി എന്നിവരെ പച്ചക്കറി തൈകൾ നൽകി ആദരിച്ചു. നിരവധി ആളുകളും പരിപാടിയിൽ പങ്കെടുത്തു. ലാജി പ്ലാത്തോട്ടം, ന്യൂസ് ബ്യൂറോ, പഴയരിക്കണ്ടം. കോടികൾ മുടക്കി പണി കഴിപ്പിച്ച മുനിയറ മുള്ളരിക്കുടി റോഡിൽ വിള്ളൽ വീഴുകയും പാലത്തിൽ നിർമ്മിച്ച കെട്ടുതള്ളുകയും ചെയ്തതിൽ പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്ത്. 2 മാസങ്ങൾക്ക് മുമ്പാണ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത്. ഇടുക്കി MLA റോഷി അഗസ്റ്റിൻ 1,98 ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് മുനിയറ മുള്ളരിക്കുടി റോഡ് നിർമ്മിച്ചത്. റോഡിന്റെ ഉദ്ഘാടനം കഴിയും മുമ്പേ റോഡ് തകർന്നു. 1640 മീറ്റർ നീളമുള്ള റോഡിൽ മുൻപ് പഞ്ചായത്ത് 3/4 കിലോമീറ്ററോളം ദൂരം സോളിംഗ് നടത്തിയിരുന്നു. റോഡിൽ കൽക്കെട്ട് ആവശ്യമുള്ള പലഭാഗങ്ങളിലും കെട്ടുകൾ നിർമ്മിക്കാതെ കല്ലും മണ്ണും JCBക്ക് തള്ളിയാണ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. മഴ പെയ്തതോടെ മണ്ണ് ഒലിച്ചു പോവുകയും ബാക്കിയുള്ള കല്ലുകൾ ഇളകി താഴ്ഭാഗത്തേക്ക് ഉരുണ്ടു പോകുകയാണ് ഇപ്പോൾ. ഇത് റോഡിന് താഴെ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് ഭീഷണിയായി മാറിയിരിക്കുകയാണ്. അശാസ്ത്രീയമായ നിർമ്മാണം മൂലം റോഡിൽ വിള്ളലുകളും രൂപപ്പെട്ടിട്ടുണ്ട്. കുത്തനെയുള്ള കയറ്റവും വളവും മൂലം ഈ റോഡിലൂടെ ചെറിയ വാഹനങ്ങൾ കടന്നുപോകുന്നതിന് ഏറെ പ്രയാസമാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഈ റോഡിന്റെ പണിയിലെ പല ഭാഗങ്ങളിലും വളരെ അപാകതകളുണ്ട്. കെട്ട് ആവശ്യമുള്ള പല ഭാഗങ്ങളിലും കെട്ട് ഒഴിവാക്കിക്കൊണ്ട് കല്ലുകൾ ചുമ്മാ JCBക്ക് കൊണ്ടുവന്ന് കുത്തിച്ചാരി വെക്കുകയും അത് റോഡിന്റെ സൈഡിലുള്ള വീടുകൾക്ക് അതൊരു ഭീഷണിയായിട്ട് മാറിയിട്ടുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികാരികളുടെ ശ്രദ്ധയിൽ പെടുത്തേണ്ട ഒരു വളരെ അത്യാവശ്യമുള്ള ഒരു കേസാണ്. ഇതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണമോ മറ്റു കാര്യങ്ങളോ ഉണ്ടാവണമെന്നാണ് പ്രദേശവാസികൾക്ക് ആവശ്യപ്പെടാനുള്ളത്. റോഡിന്റെ ഭാഗമായിട്ടുള്ള പാലം പുതുക്കി പണിയാതെ പഴയ പാലത്തിൽ കൽക്കെട്ട് നിർമ്മിച്ച് പൊക്കി അതിൽ മണ്ണ് നിറച്ചാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. റോഡിനേക്കാളും താഴ്ന്നാണ് കൽക്കെട്ടുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് അപകടങ്ങൾക്ക് വഴിയൊരുക്കും. റോഡിന്റെ ഒരിടത്തും സംരക്ഷണ വേലികൾ സ്ഥാപിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം കൽക്കെട്ടിന്റെ മുകളിൽ നിന്നും ഒരാൾ താഴെ വീണ് അപകടം സംഭവിച്ചിരുന്നു. പാലത്തിൽ നിർമ്മിച്ചിരിക്കുന്ന കൽക്കെട്ട് തള്ളിയ നിലയിലാണ് നിലവിലുള്ളത്. മഴ ശക്തമാകുന്നതോടെ കെട്ട് നിലംപൊത്തുന്ന അവസ്ഥയാണ് ഇപ്പോൾ. കൈകൊണ്ട് തൊട്ട് അപ്പം തന്നെ ഇളകി പോകുന്ന രീതിയാണ് സൈഡ് അടിച്ചത്. ഇത് സൈഡ് അടിച്ചൊന്നും മണ്ണിടാതെ ഇത് ശരിക്കും ഒതുക്കിയിട്ട് പോലെ ഇതുണ്ട്. ഇവിടെ മൊത്തം വിണ്ട്, ഇവിടുന്ന് ഒരു 3-4 മീറ്ററോളം നേരത്തെ വിണ്ട് കിടക്കുന്നത്. ഇവിടെ റോഡിന്റെ സെൻറ്റർ വിണ്ടാണ് റോഡിന്റെ ടാറിങ്ങിന്റെ അവസ്ഥ. അടിയന്തരമായി അധികാരികൾ വേണ്ട പരിശോധനകൾ നടത്തി വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം.
കല്ലാർകുട്ടി റോഡിൽ തോട്ടാപുരയ്ക്ക് സമീപം ഏതു നിമിഷവും ഒടിഞ്ഞു വീഴാവുന്ന തരത്തിൽ 3 ഉണക്കമരങ്ങൾ നിൽക്കുന്നത് യാത്രക്കാരുടെ ജീവന് ഭീഷണിയാകുന്നു. കാലവർഷം ആരംഭിച്ചതോടെ അപകടകരമായ അവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചുമാറ്റണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. കല്ലാർകുട്ടി രാജാക്കാട് സംസ്ഥാനപാത തോട്ടാപുരയ്ക്ക് സമീപം അപകടക്കെണിയുയർത്തി ദ്രവിച്ച 3 വൻ ഉണക്കമരങ്ങളാണ് നിലകൊള്ളുന്നത്. ദിവസേന ചെറുതും വലുതുമായ 100 കണക്കിന് വാഹനങ്ങളും കാൽനടയാത്രികരും സഞ്ചരിക്കുന്ന വഴിയിൽ ഭീഷണിയായി നിലകൊള്ളുന്ന മരം വെട്ടിനീക്കണമെന്നാവശ്യപ്പെട്ടിട്ടും നാളിതുവരെയായി നടപടിയില്ല. കാലങ്ങളായി നിൽക്കുന്ന വൻ വൃക്ഷങ്ങളാണിവ. വെള്ളത്തൂവൽ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലാണ് ഈ 3 വൻമരങ്ങളും നിൽക്കുന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. സ്കൂൾ കുട്ടികളടക്കം സഞ്ചരിക്കുന്ന വഴിയിലെ ഈ അപകടമരങ്ങൾ എത്രയും വേഗം മുറിച്ചു നീക്കണമെന്നതാണ് ജനങ്ങളുടെ ആവശ്യം. കാലവർഷത്തിലെ കനത്ത മഴയിൽ ഏതു നിമിഷവും നിലംപതിക്കാവുന്ന അവസ്ഥയിലാണ് ഈ 3 മരങ്ങളും സ്ഥിതി ചെയ്യുന്നത്. ഇനി അറിയിപ്പുകൾ. സർക്കാർ ഹാച്ചറിയിൽ വിരിയിച്ച 55 ദിവസം പ്രായമായ മുട്ടക്കോഴി കുഞ്ഞുങ്ങളുടെ വിതരണം 5-ാം തീയതി രാവിലെ 9 മണി മുതൽ മുണ്ടിയേരിമ മൃഗാശുപത്രിയിൽ നടക്കും. കോഴിക്കുഞ്ഞ് ഒന്നിന് 100 രൂപ നിരക്കിലാണ് വിതരണം ചെയ്യുന്നതെന്നും അധികാരികൾ അറിയിച്ചു. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കേന്ദ്ര സർക്കാർ സഹകരണ മേഖലയെ തകർക്കുവാൻ ശ്രമിക്കുന്നുവെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി എം.എം. മണി. ഗോവധ നിരോധന നിയമത്തിന്റെ പേരിൽ രാജ്യത്ത് വ്യാവസായിക തകർച്ചയും സംഭവിക്കുമെന്നും എം.എം. മണി മുരിക്കാശ്ശേരിയിൽ പറഞ്ഞു. സെക്രട്ടേറിയറ്റ് ലീസിന് നൽകി ഭരണം നടത്തിയവരാണ് കഴിഞ്ഞ UDF സർക്കാരെന്നും ഇവരുടെ ഭരണം മൂലം ജനങ്ങളൊന്നടങ്കം തലതാഴ്ത്തേണ്ട ഗതികേടുണ്ടായെന്നും CPI ദേശീയ കൗൺസിൽ അംഗം CN ചന്ദ്രൻ. കനത്ത മഴയെ തുടർന്ന് പീരുമേട് പ്ലാക്കത്തടത്ത് വൻ മണ്ണിടിച്ചിൽ. തോട്ടാപുര പ്ലാക്കത്തടം റോഡ് പൂർണ്ണമായും തകർന്നു. അര കിലോ കഞ്ചാവുമായി പത്തനംതിട്ട സ്വദേശി കുമളി എക്സൈസിന്റെ പിടിയിലായി. പത്തനംതിട്ട മനുനിവാസ് മഹേഷ് ചിദംബരനാണ് പിടിയിലായത്. തേക്കടി തടാകത്തിലെ ബോട്ടിംഗ് നിർത്തി ഒരാഴ്ച പിന്നിടുമ്പോൾ കുമളി മേഖലയിലെ ടൂറിസം പ്രതിസന്ധിയിൽ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം നാട്ടുവിശേഷം കാണാം. നമസ്കാരം. ഇടുക്കി വിഷൻ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഡിസൈനിങ്ങിന്റെ പ്രൗഢി ഗായത്രി ഡിസൈൻസ്. Materials, sarees, designing, stitching, ladies ranges in all categories. Gayatri Designs.